എൻ്റെ എല്ലാ മച്ചാർക്കാണ് പേരിൽ ഒരിക്കലും കൊടുത്താൽ അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് കിടക്കാച്ചി ഗെയിം കാര്യങ്ങൾക്കാണ്. നമ്മൾ ഇന്നലെ കണ്ട അതേ ഗെയിം ഞാൻ തോന്നുന്നു പക്ഷേ അൺസിക്രപ്പാട് കാര്യങ്ങൾക്കാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, പുതിയൊരു വീഡിയോ കാണാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് കാര്യങ്ങൾ സൈഡ് പാട്ട് കാര്യങ്ങളൊക്കെ വേണ്ടി തോന്നുന്നു. അത്ര ഹൊറർ ഗെയിം കാര്യങ്ങളൊക്കെ ഇല്ല. ഞാൻ കിടക്കാച്ചി ഹൊറർ ഗെയിം മൾട്ടിപ്ലെയർ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഗെയിം കാര്യങ്ങൾ കളിക്കും. അപ്പോൾ വെച്ചാൽ നമ്മൾ റോഡ് ടു 100 സബും കാര്യങ്ങളാണ്. ഇപ്പോൾ 74 പോയി വെച്ചാൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ചു കൊടുക്കുക. അത്ര നിങ്ങൾക്ക് വേണം എത്ര കഷ്ടപ്പെട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ വെച്ചാൽ ഞാൻ വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ സ്ഥലം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ കുറേ നേരം നോക്കുന്നുണ്ട് വെച്ചാൽ എന്തെല്ലാം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് കണ്ടു നോക്കുക വെച്ചാൽ എന്നാൽ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിനിങ്ങനെ ചെയ്യേണ്ടതിന്. അപ്പോൾ നമുക്ക് കുറേ എലിവേറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സംഭവം ആകുന്നില്ല. ഒരു സാധനം ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. ചില സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ തരാം അതൊക്കെ സൗണ്ട് കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ നമ്മൾ ലെഫ്റ്റും കാര്യങ്ങളൊക്കെ പോവാണെന്ന് പറയുന്നത്. അപ്പോൾ ചില ലൈക്ക് ചെയ്യാം. ഒരു ഇതിനൊരു 25-35 ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അടുത്ത ഗെയിം കാര്യങ്ങൾ ട്രൈ ചെയ്തേക്കുവാണ്. നാളെ 2 ഗെയിംസും കാര്യങ്ങളൊക്കെ ഒരു ഗോസ്റ്റ് ഗെയിം, ഒരു ഫ്രീ ഫയറിൻ്റെ ഒരു കിടക്കാച്ചി ഗെയിമും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ചില ഒരു ടൈപ്പായിട്ടൊരു ഗെയിം ചാലഞ്ച് ആയിരിക്കും മാസം പറയാം. നമ്മൾ നാളെ ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ചാലഞ്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നാളെ വേഗം വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പം നമുക്ക് നാളെ വേണ്ടി പോവാം. അപ്പോൾ ചില നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. സംഭവം അറിയില്ല, കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ നിറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ, ഒന്നും വേറൊന്നും നോക്കാനില്ല. അപ്പോൾ ചില അവിടെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മളിവിടെ എലിവേറ്ററാണ് തോന്നുന്നത്. ഇത് എലിവേറ്ററാണെന്ന് പറഞ്ഞവർ. നമുക്ക് ചിലതൊക്കെ തുറന്നു നോക്കണം. അപ്പോൾ എലിവേറ്ററിനുള്ളിൽ കയറിയിട്ട് നമുക്ക് എന്ത് സംഭവം നോക്കണം. അതുപോലെ നമുക്ക് എലിവേറ്ററിനുള്ളിൽ കയറാം. ആ സ്വിച്ച് ബട്ടൺ ആകുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാനാണ് ഞങ്ങൾ ഓർഡർ പോയത്. അപ്പോൾ സ്വിച്ച് ബട്ടൺ കാര്യങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് പോലത്തെ സാധനം കാണുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക്. അപ്പോൾ നമ്മൾ തൊട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ആക്കിയാൽ മേലെ പോകും. കുറേ ഗെയിമിൽ കണ്ടു ചെയ്യണം. അപ്പോൾ അവിടെ അതെന്താ നിങ്ങൾ കണ്ടോ ഗൈസ്? അവിടെ മറ്റേ പ്രേതം ഡിസ്റ്റർബ് മീ പറഞ്ഞ അവേ മച്ചവരെ ഗോസ്റ്റ്. മോനെ ഗോസ്റ്റ് മച്ചവരെ അത്ര ചാംസ്കാരം കാര്യം. അപ്പം പെട്ടെന്ന് ഓഫായി പോയി. എന്താ എലിവേറ്ററിന് സംഭവിച്ചറിയില്ല. ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുണ്ട്. കുറച്ചമാരെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവാനായിട്ടുണ്ടാവും. ഇതിൽ പോയിട്ടുണ്ടാവും. വേറെ ഏതെങ്കിലും ഒരു കിടക്കാച്ച സ്ഥലത്തിൽ വരണേ. ഇവിടെ എന്തെങ്കിലും നല്ലതുണ്ടാവണേ. എന്തെങ്കിലും കുറച്ചെങ്കിലും ഹൊററായിട്ട് വരണം. ഫുള്ള് ഇതത്ര ഹൊററില്ല. എല്ലാം കണ്ടുപിടിക്കലാണ്. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ കണ്ടുപിടിക്കാത്ത ഇഷ്ടമല്ല. കുറച്ച് ഹൊറർ വേണം. നമ്മളവിടെ പ്രേതം ഇങ്ങനെ നമ്മൾ ഓടിപ്പിടിക്കുക അങ്ങനെ കുറച്ച് വേണം. ഇത് ഹൊററല്ല ചെറുത് സീക്രട്ട് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ സാധനം നിൽക്കിയപ്പോൾ ഒരു ഒരു ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ കയറാം. അവിടെ വേറെ എന്തെങ്കിലും നോക്കാൻ പറ്റും. നമുക്ക് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറും കാര്യങ്ങളൊക്കെ തുറന്നതനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ എന്തൊരു സാധനമുണ്ട്. ഇത് എക്യുപ്മെൻറ്റ്. ഈ ഗെയിമിലുള്ള നമ്മളിങ്ങനെ ലെറ്റർ ഒന്നും വേണ്ടി ഒന്നും വായിക്കൂല. നേരെ അങ്ങനെ കളിക്കും. കുറച്ച് ടഫായിട്ടിരിക്കട്ടെ. എന്നാലും ലെറ്റർ സാധനങ്ങൾ അങ്ങനത്തെ വായിച്ചാൽ മാത്രമേ നമുക്ക് ഗെയിം സിമ്പിളായി മൂവ് ആയി. അപ്പം ഒരു 15 പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്. ഇത് 11, അത് 10. മൈ ജേണി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു റൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ആ പ്രയാസിൻ്റെ കാണേണ്ട സ്ഥലത്തു നിന്ന് കിട്ടിയ റേഡിയോ തോന്നുന്നു. അപ്പം മൈ ഡ്രീം വണ്ട് സ്ലീപ്പ് ഇതെല്ലാം വെറുതെ വായിക്കാമെന്ന് നമ്മൊന്നും മനസ്സിലാക്കില്ല. അല്ല വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ച കോട്ടല്ലേ. ദിസ് ഈസ് മൈ കോട്ട്. അവരെന്നെ പറയുന്നുണ്ട് ഇത് നമ്മളവിടെ വെച്ച കോട്ടാണ്. ഇട്ടാണ് മറ്റേ ഒരു ബസ് ബേസ് നടന്ന് ഒരു 11 നമ്പർ ഇങ്ങനെ പൊന്തി വന്നത്. ഒക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പം ഒരു കണ്ണിൻ്റെ ചിഹ്നം കൊടുത്തപ്പോൾ തന്നെ ഇവിടെ എന്തോ ഒരു പ്രേതം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന റൂമാണെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെ ഇത് ആ സാധനം വന്നപ്പോൾ തന്നെ ഒരു പ്രേതം വന്ന പോലെയായി. അവിടെ എല്ലാം നടക്കുന്ന കാൽപ്പാടെല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പാടുന്ന വെച്ചാൽ ഇതൊരു കോഡാണ്. ഈ 5 നമ്പേഴ്സ് ഒരു കോഡാണ്. എന്നിട്ട് മച്ചാൽ ഇങ്ങനെ 4 കുത്തി എവിടെയും എന്തായാലും വിശ്വസിക്കും. അപ്പോൾ ഞാൻ 11, പിന്നെ അതിൻ്റെ അടുത്തുള്ള 5 എല്ലാം ഞാൻ മറ്റേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും എവിടെയെങ്കിലും യൂസ് ചെയ്യും. കുറച്ച് ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പോകുന്നുണ്ട്. നമുക്ക് അവിടെ പോകാൻ മച്ചാലെ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവും മച്ചാലെ. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടും. കട്ടാക്കിയിലാണ് നമ്മൾ വോയിസ് ആണ് ചെയ്യുന്നുണ്ട്. അതൊരു ബഹളം കാര്യം അവിടെ എന്തൊരു പ്രശ്നം കാര്യം ആയിട്ടുണ്ട്.
പരിഹരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ കണ്ടന്റ് കീയും കാര്യങ്ങളും. അപ്പം കീ ഇപ്പോൾ നമുക്ക് ഡോണ്ട് കീ എന്നാണ് കാണുന്നത്. ആ 4 കീസ് കാര്യങ്ങൾ ആണെന്ന് തോന്നുന്നു. കണ്ടന്റ് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് സ്ഥലം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ തന്നെ ആയിരിക്കും തോന്നുന്നത്. എക്സാക്ട്ലി ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ എവിടെയെങ്കിലും ഒരു ഡോറും കാര്യങ്ങൾ തുറന്നിട്ട് നമുക്ക് ഏതെങ്കിലും കീ എടുത്ത് തുറന്നിട്ട് എവിടെ പോകാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറച്ച് സ്പീഡാണ് തോന്നുന്നത്. എല്ലാം കുറച്ച് സ്പീഡായിട്ട് നമ്മൾ ചെയ്യാം. പക്ഷേ ഈ ഗെയിം അത്ര ഹൊററും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരും കയറിയൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് കുറച്ച് ഈ ഗെയിമിന് ഔട്ട് ഓഫ് നിങ്ങൾ എത്ര ഇത് കൊടുക്കുമോ? ഔട്ട് ഓഫ് 5 ഞാൻ കൊടുക്കുന്നുണ്ട് 2 കൊടുക്കുള്ളൂ. വെച്ചാൽ ഞാൻ ഗെയിമിന് കുറ്റം പറയുന്നില്ല, പക്ഷേ ഫുൾ അത്ര ഹൊററായിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ഗെയിമിനെ ഞാൻ കുറ്റം പറഞ്ഞില്ല, ചിലപ്പോൾ ഗെയിമിനെ ഞാൻ കുറ്റം പറഞ്ഞില്ല. ഗെയിം കുറച്ച് അടിപൊളി കിടക്കാച്ച ഗെയിം തന്നെയാണ്, പക്ഷെ കുറച്ച് ബോറാണ്. അതുകൊണ്ട് നാളെ നമുക്ക് വേറെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ കോഡും കാര്യങ്ങൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ടും കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കോഡായിരിക്കും, എനിക്ക് നല്ലോണം ഉറപ്പാണ് അത് എന്തെങ്കിലും ഒരു കോഡും കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു മറ്റേ പ്രാതത്തിൻ്റെ ബ്ലാക്ക് കളർ വരച്ച സംതിങ് എന്തോ റോങ് ആയിട്ട് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് അല്ലെങ്കിൽ നേരത്തെ റോങ് ആയിട്ട് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവനൊരു പൊട്ടനാണെന്ന് തോന്നുന്നത്. ഇവന് ഡ്രീമിലാണ് ഉള്ളത്, അത് വേറെ കാര്യം. ഡ്രീമിൽ ഇത്ര ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഞാൻ സ്വന്തം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ ഉണ്ടാവില്ല. ഇവ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ പക്ഷെ നമുക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഡ്രീമും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഗെയിമിൻ്റെ പേര് സീക്രറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഫുള്ള് സീക്രറ്റായിട്ടുള്ളത്, എല്ലാം സീക്രറ്റാണ്. ഒരുപാട് സീക്രറ്റായി പോയി എന്തായാലും. അപ്പോൾ അച്ഛന്മാരെ ഇത് അവിടെ ഫുള്ള് കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇവിടെ 5 കുത്തുണ്ട്. അതൊരു കോഡും കാര്യങ്ങളൊക്കെ. അപ്പം അടുത്തുള്ള 5 കുത്താണ് നോക്കുന്നത്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എവിടെയും യൂസ് വരും. പക്ഷേ ഇത് തലകുത്തിനായിരിക്കും എന്തായാലും ഉപയോഗിക്കുക. അതെനിക്ക് തലകുത്തിനാണോന്ന് അറിയില്ല. ഞാൻ തലകുത്തിനാണോന്ന് എനിക്കറിയില്ല, എവിടെയെങ്കിലും ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇത് എന്തായാലും ഞാൻ ഒരു ഗെയിം ഇതേപോലത്തെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അതിൽ ഇതേപോലത്തെ ഒരു തലകുത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എലിവേറ്റർ കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എനിക്ക് തലകുത്തനെ ചെയ്യേണ്ടത്. ഇതേപോലത്തെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷേ തലകുത്തനെ ഇല്ല സംഭവം. ഞാൻ വേറെന്താ കൊടുത്തത് എന്നിട്ടത് ഓപ്പണായിട്ടില്ല. മറ്റേ തലകുത്തനൊന്നുമല്ല, നേരെ തിരിച്ചാണ് കൊടുത്തത്. തലകുത്തനല്ല, നേരെ അപ്പുറത്തുള്ളത് ഇപ്പുറത്താക്കി, അത്രേ ഉള്ളൂ. കുറേ ബ്ലഡ് തന്നെ ആണോ എന്നറിയില്ല. കുറേ ബ്ലാക്ക് കളർ സാധനങ്ങൾ കാണുന്നുണ്ട്. അതെന്തായാലും ലിഫ്റ്റിൽ കയറി പോവാം. എന്തോ ഒരു നേരത്തെ പോലെ തന്നെ ക്രാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നി. എന്തായാലും സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ഥലം എത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്താ റേഡിയോ എന്തെല്ലാം ഉണ്ട് മാത്രമല്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീക്കറിന് കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ഓരോ സ്ഥലത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി തേർഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും വെച്ചാൽ ഇതെന്നാലും എൻ്റെ ആഗ്രഹം നമ്മൾ പോകുന്നുള്ളൂ. അത് സംതിങ് ക്രൈങ് ആരെ കരിയുന്നുണ്ടെന്ന് പറയും. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആരെ കരിയുന്നുണ്ടെന്ന് പറയുന്നത്. ഇത് ക്ലോസിലാണ്. പിന്നെ ഇവിടെ കുറേ പേപ്പേഴ്സ്, നമ്മൾ പേപ്പേഴ്സ് ഒന്നും പോയ ഒന്നും നമ്മൾ വായിക്കുന്നില്ല. അതെല്ലാം ഇവിടെ അഡ്വർടൈസ് വരുന്നത്. ഇവിടെ ആരെ ഹെൽപ്പ് ചെയ്യോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ എന്താ ഉള്ളത്? അത്ര ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ദ ഡോർ ഈസ് ലാക്സ് പവർ വേണമെന്നാണ് പറയുന്നത്. ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞ ഒരു കോഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്കത് പഴകുന്ന കോഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു വയറ് കാണുന്നുണ്ട്. വയറനുസരിച്ച് ഇത് നമുക്ക് തോന്നുന്നു 1st 2nd 3rd 4th. പക്ഷെ നമുക്ക് തോന്നുന്നു ഇതിങ്ങനെ ക്രമമായിട്ട് ചെയ്തിട്ടാണ് എൻ്റെ തോന്നുന്നത്. എക്സിറ്റാണ് തോന്നുന്നത്. ഈ ഗെയിം എൻ്റെ ഉള്ളതാണോ തോന്നുന്നു മച്ചാലെ. അങ്ങനെയാണെങ്കിൽ മച്ചാൽ ഇത് നമ്മൾ ഇന്ന് തന്നെ തീർക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തൊരു 3rd പാർട്ട് ആക്കാൻ മൊത്തം. ഇത് നമുക്ക് തോന്നുന്നു മറ്റേ ഡോറ് കാണിച്ചില്ല കുത്തുള്ളത്. ആ കുത്ത് ഓരോ പേപ്പറിൽ ഇങ്ങനെ വെച്ചാണ് പോകുന്നത്. ക്ലോസറാണെന്ന് പറയുന്നത്. ഈ ഡോറ് ക്ലോസറാണ് പറയുന്നത്. ഇവിടെ ഒരു ബുക്കുണ്ട്. ഈ ബുക്കിനെ കൊണ്ടൊരു കാര്യമില്ല തോന്നുന്നത്. ആ ബുക്ക് നമ്മൾ വായിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ടാസ്ക് പറഞ്ഞത്. പക്ഷെ അടുത്ത പാട്ടിൽ നമ്മൾ എന്തായാലും വായിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളിവിടെ നോക്കിയിട്ടുണ്ട് നത്തിങ് എന്നാണ് പറയുന്നത്. ഇതാകുമ്പോൾ ഇവിടെ ഒന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊന്നും എടുക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് ടം ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്ന അറിയില്ല നമ്മുടെ വോയിസ് പറയുന്നത്. ഇവിടെ എന്തോ ഇറ്റ്സ് നോട്ട് പറയുന്നത് എനിത്തിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ ബട്ടൺ നമ്മുടെ താന്നിട്ട് പൊന്തി തോന്നുന്നു. അപ്പോൾ പാസ് വെച്ചാൽ ഇപ്പോൾ കണ്ട് പാസ്സായി തോന്നുന്നു. ഇവിടെ എന്തൊരു കോഡുണ്ട്. ഈ കോഡ് എന്തോ മാറ്റി കളഞ്ഞാൽ തോന്നുന്നത്. നമുക്കറിയില്ല സാറേ കോഡ് എന്താ. ഐ ക്യാൻറ്റ് പാസ് ഹെർ. അവിടെ എന്താ പോകാൻ കഴിയുമെങ്കിൽ എന്താ പോട്ടാ പോകാൻ കഴിച്ചാൽ എന്തെല്ലോ പറയുന്നുണ്ട്.
നമുക്ക് പാസ് അങ്ങനെ മേലെ ഏണിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ കുറേ പേപ്പേഴ്സ് കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു പേപ്പർ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും. അപ്പോൾ ഈ ഗെയിമിൻ്റെ എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാർട്ട് ഇത് സെക്കൻഡാണ് വെച്ചാൽ. അപ്പോൾ തേർഡ് പാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണുന്നവരെല്ലാം പോയിട്ട് ഫസ്റ്റ് പാർട്ട് കാണാം. അതിൻ്റെ ലൈക്കും കാര്യങ്ങളൊക്കെ നല്ല കുറവായിരുന്നു. ഫസ്റ്റ് പാർട്ട് കാണുന്നവരെല്ലാം ഫസ്റ്റ് പാർട്ട് കാണാം, സെക്കൻഡ് പാർട്ട് കാണാം, തേർഡ് പാർട്ട് കാണാം. അപ്പോൾ തന്നെ അതൊരു ഡോർ അല്ല ഒരു നടക്കുന്ന സ്ഥലമാണ് വന്ന്. ഇതിൽ അവിടെ ഒന്നുമില്ല, കോഡുണ്ടെന്ന് വിചാരിച്ചത്. നേരത്തെ സ്കൂളിൽ നിന്ന് മറ്റേ ക്ലാസ് റൂമിൽ നിന്ന് കണ്ട പോലെ തന്നെ കോഡൊന്നുമില്ല. ഇത് ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. ആ ക്ലോസ് ആകുമ്പോൾ എന്താ നമുക്കിത് എൻ്റെ പക്ഷെ നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യണം തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ലാക്സ് പവർ എന്ന് വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കോഡിന്ന് ഇവിടെ എന്താ സംഭവം പൂക്കളെല്ലാക്കിയിട്ട് എന്തുണ്ട് അവരെ കരിയുന്നുണ്ട് പക്ഷേ എന്തായാലും. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ നോക്കില്ല ട്രാഷ്. നമുക്കിത് തുറമ്പോൾ തന്നെ നമ്മൾ മറ്റേ എന്തെല്ലോ അൺലോക്ക് ആയിട്ടുണ്ട്, അച്ചീവ് കിട്ടിയിട്ടുണ്ട്. അത് പ്ലേ സ്റ്റോർ മറ്റേ ഗെയിമിൻ്റെ സാധനത്തിൽ. അതിന് തേർഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. നാളെ ഇതായിരിക്കില്ല, മറ്റന്നാളായിരിക്കും. നാളെ ഇതിലൊക്കെ ലീവാണ്, മഞ്ചേരി കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് അറിയായിരിക്കും. നാളെ ലീവാണ് മച്ചന്മാർ. അപ്പോൾ നാളെ നമ്മൾ ഉച്ചക്ക് ഒരു ഫ്രീ ഫയറിൻ്റെ വേണ്ടി രാത്രി വേറൊരു ഗോസ്റ്റ് ഗെയിം കാര്യങ്ങളൊക്കെ ഇതായിരിക്കില്ല. അത് മറ്റന്നാളായിരിക്കും, രാത്രിയിലായിരിക്കും ഉണ്ടാവുക മച്ചന്മാരെ. ഇതൊന്നും സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. ഇതെന്താന്ന് ഇത് ഇവിടെ ഒരു ഡോറുണ്ട്. അപ്പോൾ ഈ ഡോറിൽ നമുക്കൊന്നും പേടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ടത് മനസ്സിലാവില്ല. എന്തായാലും അടുത്ത പാട്ട് എന്തായാലും നമുക്ക് നല്ല മനസ്സിലാവും മച്ചാൽ. കുറച്ച് ചെയ്യാണ്ട്. ഇതാ സീക്രറ്റ് പാട്ടൊന്നും മനസ്സിലാവുണ്ട്. സീക്രറ്റ് അടി ഫുള്ള് കുറച്ച് ചെയ്യാണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗൂഗിളിൻ്റെ ഒരു മറ്റേ റെഡിങ് കോഡും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരു ഷോർട്ടും കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെങ്കിൽ നമ്മൾ അതിനത്ര ലൈക്സും കാര്യം ആ ഷോർട്ടിന് ലൈക്സും കാര്യം കിട്ടിയിട്ട് ഇപ്പോൾ ലൈക്കും കാര്യമൊക്കെ അടിക്കുക വെച്ചാൽ ആ ഷോർട്ടിൽ പോയി കണ്ടിച്ച് ചില അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്രിയേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ കമൻറ്റ് ഇടാൻ വെച്ചാൽ അങ്ങനെ ക്രിയേറ്റ് കാര്യങ്ങൾ വീഡിയോ ഓഫ്